അടുത്തായിട്ട് പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് ഫെസ്റ്റിയിൽ ജനറൽ പ്രോഗ്രാംസ് മാനേജ് ചെയ്യുക എന്നുള്ളത്. അതായത് എല്ലാ കാറ്റഗറിയിലെ കുട്ടികൾക്കും ആ പ്രോഗ്രാമിന് പങ്കെടുക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ആദ്യമായിട്ട് അതിന് ജനറൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കാറ്റഗറീസിൻ്റെ പേജിലേക്ക് പോകാം. കൺട്രോൾ കീ അടിച്ച് കാറ്റഗറീസിൻ്റെ പേജിലേക്ക് പോകാം. അവിടെ നമുക്ക് ജനറൽ എന്ന് പറഞ്ഞൊരു പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജനറൽ എന്ന് പറഞ്ഞ പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം പ്രോഗ്രാംസിൻ്റെ പേജിലേക്ക് വന്നിട്ട് ഈ ജനറൽ എന്ന കാറ്റഗറിയിലേക്ക് പുതിയ പ്രോഗ്രാം ആഡ് ചെയ്യാം. അവിടെ നമുക്കൊരു പ്രോഗ്രാം കോഡ് കൊടുക്കാം. പ്രോഗ്രാം നെയിം, ശേഷം പ്രോഗ്രാം ടൈപ്പ്, ജഡ്ജ്മെൻറ്റ് ടൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. കാറ്റഗറി ജനറൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റേജ് ആണ് സ്റ്റേജ്, ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ താഴെ വന്നിട്ട് പാർട്ടിസിപ്പൻറ്റ് സെറ്റിങ്സിൽ ഇവിടെ കാണാൻ കഴിയും ഓൺലി ദ പ്രോഗ്രാം കാറ്റഗറി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അവിടെ ടിക്കഡ് ആയിരിക്കും. അവിടെ നമ്മൾ അൺടിക്ക് ചെയ്യാം. അൺടിക്ക് ചെയ്തതിന് ശേഷം ഏതൊക്കെ കാറ്റഗറിയിൽ കുട്ടികൾക്ക് പങ്കെടുക്കാം എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ജനറൽ കാറ്റഗറി, ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, സീനിയർ, ഹയർ സെക്കൻഡറി എല്ലാ കാറ്റഗറിയിലെ കുട്ടികൾക്ക് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലെയും കുട്ടികൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനും പിന്നെ അതുപോലെ റിസൾട്ട് കൊടുക്കാനൊക്കെ ഓപ്ഷന് കാര്യങ്ങളുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ശേഷം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് താഴെ രജിസ്ട്രേഷൻ്റെ പേജിൽ വന്നാൽ രജിസ്റ്റർ ചെയ്യാനും അതുപോലെ റിസൾട്ട് ആഡ് ചെയ്യാനൊക്കെ ഈ ജനറൽ പ്രോഗ്രാമിൽ അവൈലബിൾ ആവും. എങ്ങനെയാണ് ഫെസ്റ്റിൽ ബൾക്കായിട്ട് പ്രോഗ്രാം രജിസ്ട്രേഷൻ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓൺ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ടോപ്പിക് രജിസ്ട്രേഷൻ ഓൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ബൾക്കായിട്ട് ചെയ്യാമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൾക്കായിട്ട് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ പ്രോഗ്രാമിനാണോ ഇപ്പോൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഓൺ ചെയ്യേണ്ടത് ആ പ്രോഗ്രാം സെലക്ട് ചെയ്യാം. നമുക്ക് ബൾക്കായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ടോട്ടലി സെലക്ട് ഓൾ ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പ്രോഗ്രാം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ രജിസ്ട്രേഷൻ്റെ പേജിലേക്ക് പോവാം. അവിടെ പ്രോഗ്രാം രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ കൊടുത്തിട്ട് നേരെ റിവ്യൂ ചേഞ്ചസ് കൊടുക്കാം. ശേഷം അപ്ലൈ സെറ്റിങ്സ് കൊടുക്കാം. അതുപോലെ നമുക്ക് മറ്റ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രോഗ്രാമിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് തന്നെ പ്രോഗ്രാം ഇൻഡിവിജ്വൽ പ്രോഗ്രാം ഗ്രൂപ്പായിട്ട് മാറ്റം വരുത്തണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പാർട്ടിസിപ്പൻറ്റ് സെറ്റിങ്സ്, പാർട്ടിസിപ്പൻസിനെ മിനിമം പാർട്ടിസിപ്പൻസ്, മാക്സിമം പാർട്ടിസിപ്പൻസ് ഒക്കെ ബൾക്കായിട്ട് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സ്കോർ സെറ്റിങ്സ് നമുക്ക് മാറ്റം വരുത്തണം. അതുപോലെ പ്രോഗ്രാമിൻ്റെ സെറ്റിങ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് റിവ്യൂ ചേഞ്ചസ് കൊടുക്കാം, അപ്ലൈ സെറ്റിങ്സ് കൊടുക്കാം. അതുപോലെ തൊട്ട് അടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് ഷീറ്റ്, പാർട്ടിസിപ്പൻറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ കളക്ഷൻസിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോഡ് ലെറ്റർ ജനറേറ്റ് ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനും ബൾക്കായിട്ട് ഓപ്ഷൻ ഇവിടെ തന്നെ അവൈലബിൾ ആണ്.